പഞ്ഞിയൊക്കെ ഉള്ള മത്തി കിട്ടുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. റെസിപ്പി നോക്കാം. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് പച്ചമുളകും കറിവേപ്പിൻ്റെയും ഒന്ന് മിക്സിയിൽ നമുക്ക് ചതച്ചെടുക്കാം. ഇനി അരപ്പ് നമുക്ക് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുള്ള മത്തിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മത്തി ക്ലീൻ ചെയ്യുന്ന സമയത്ത് കല്ലുപ്പിട്ട് ഉരച്ചിട്ട് കേൾക്കുക. അപ്പം മത്തിയുടെ ആ വാട കുറേ പോയി കിട്ടും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരിക്കും. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ ചേർക്കാം കേട്ടോ. അങ്ങനെ ചേർക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമ്മൾ അരപ്പ് തയ്യാറാക്കുന്ന സമയത്ത് പച്ചക്കുരുമുളക് കിട്ടുകയാണെങ്കിൽ അത് ചേർക്കാം. പിന്നെ ഉണക്ക നെല്ലിക്കയില്ലേ, അതൊരു 2-3 എണ്ണം വെള്ളത്തിൽ കുതിർത്ത് നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. എനിക്ക് കിട്ടാനില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചേർക്കാഞ്ഞത്. ഇനി അരച്ചെടുത്ത അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ മത്തിയിലേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ട് പുരട്ടി കൊടുക്കുക. കൈ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാ മത്തിയുടെ ഉള്ളിലേക്കും ഒക്കെ എത്തും. ഇനി നമുക്ക് ഒരു സവാള വട്ടത്തിലരിഞ്ഞ് ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. പിന്നെ ഒരു 1/2 തക്കാളി അത് ഇതേപോലെ തന്നെ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇത് വേവുന്ന സമയത്ത് അത് കുക്കായി വന്നാൽ അതിലേക്ക് വെള്ളം ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഫ്രഷായിട്ട് മുകളിൽ വിതറി കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് കൂടെ ഞാൻ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ കുക്കാവുന്ന വരെ ലോ ഫ്ലെയിമിലും വെച്ച് ഏകദേശം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് കുക്ക് ചെയ്യുക. വെള്ളമൊന്നും ചേർക്കുന്നില്ല. അതിൽ നിന്ന് മീനിൽ നിന്നും പിന്നെ നമ്മൾ മുകളിൽ ആഡ് ചെയ്തിട്ടുള്ള തക്കാളിയിൽ നിന്ന് ഉള്ളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും. മീൻ കുക്ക് ചെയ്യാനുള്ള വെള്ളം ആവശ്യത്തിന് അതിൽ തന്നെ ഉണ്ടാവും. ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യരുത്, വെള്ളം വറ്റിപ്പോവും, അടിയിൽ പിടിക്കും. ഇടയ്ക്കൊന്ന് അടിയിൽ നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടിയിൽ പിടിക്കാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചപ്പാത്തിക്കും ചോറിനൊക്കെ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.